ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് വളരെ സമാധാനത്തോടുകൂടി, അതേപോലെ തന്നെ ശാന്തമായി സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നതാണ്. ഇങ്ങനെ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഇന്ന് ലോകത്തുണ്ടാവുകയില്ല. അനീതിയില്ലാത്ത ഒരു സമൂഹം, അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമവും നമ്മുടെ പ്രദേശവും നമ്മുടെ ചുറ്റുപാടുമെല്ലാം വളരെ സന്തോഷത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കണം. പ്രശ്നങ്ങളില്ലാതെ, സങ്കീർണതകളില്ലാതെ സ്നേഹത്തോടുകൂടി ജീവിക്കണം. ഇതുതന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുക എന്നതാണ്. നമ്മുടെ മനസ്സ് മലിനപ്പെടുത്തിയാൽ, അത് കളങ്കമുള്ളതായി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രയാസമാണ്, സന്തോഷം കിട്ടൂല. കറുത്ത മനസ്സുമായി നമ്മൾക്കൊരാളെ സമീപിക്കാൻ സാധിക്കില്ല. അപ്പം തെളിഞ്ഞ ഹൃദയം ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്കാണ് നാളെ അള്ളാഹുവിൻ്റെ അടുത്ത സ്ഥാനം. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ തെളിഞ്ഞ ഹൃദയം, ശുദ്ധമായ ഹൃദയം, കലർപ്പില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത നല്ല മനസ്സിൻ്റെ ഉടമയായി തീരുക എന്നതാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ ഒരു ശുദ്ധത, നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു തെളിഞ്ഞ ആ ഒരവസ്ഥ നമ്മൾ നേടിയെടുത്താൽ, പരിശുദ്ധിപ്പെടുത്തിയാൽ, ഇഹലോകത്ത് മാത്രമല്ല അതിനേക്കാളപ്പുറം പരലോകത്ത് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ലഭിക്കാൻ അത് കാരണമാകും എന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് മലിനപ്പെടുത്താതെ തെളിഞ്ഞ മനസ്സിൻ്റെ ഉടമകളായി നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനം ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഏതൊരു വിശ്വാസിയും അവൻ ജീവിക്കുന്ന കാലത്തോളം അവൻ നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. അവൻ്റെ ദഅവത്ത് അതാ. ആളുകളുമായി നമ്മൾ സംവദിക്കുമ്പോൾ, ആളുകളിലേക്ക് നമ്മൾ ദഅവത്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ ആ ഭാഗം എന്ന് പറയുന്നത് ആളുകളെ ഒരുമിപ്പിക്കാനും അവരുടെ മനസ്സ് ക്ലിയറാക്കാനും അള്ളാഹുവിലേക്ക് അവരെ കൊണ്ടു ചെന്നെത്തിക്കാൻ, അള്ളാഹുവിലേക്കുള്ള ആ ഒരു മനസ്ഥിതി കൈവരുമ്പോഴാണ് നമ്മൾ നന്നായി തീരുന്നത് എന്ന് നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതും നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചതും അതിലേക്ക് തെളിയിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ
അള്ളാഹുവേ ഞാൻ നിന്നോട് ഹുദയെ ചോദിക്കുന്നു. ഹിദായത്ത് അത് അള്ളാഹു നൽകുന്ന, അവൻ്റെ അടിമകൾക്ക് നൽകുന്ന ഒരു സൗഭാഗ്യമാണ്. അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം അത് കിട്ടണമെങ്കിൽ കലർപ്പില്ലാത്ത ഹൃദയത്തോടു കൂടി, ശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹുവിനോട് അത് ചോദിച്ചു വാങ്ങണം. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് എപ്പോഴും നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവും പറഞ്ഞത് അത് തന്നെ, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് നൽകാം. എത്ര കൃത്യമായിട്ട്, ഉദ്ഉനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കൂ, എന്നോട് പ്രാർത്ഥിക്കൂ, എന്നോട് മാത്രം പ്രാർത്ഥിക്കൂ, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ആ നിലക്ക് നമ്മൾ ചോദിക്കണം അള്ളാഹുവിനോട് ഹിദായത്തിന് വേണ്ടി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ, അള്ളാഹുവേ ഞാൻ നിന്നോട് ഹുദയെ ചോദിക്കുന്നു. വത്തുഖ വൽ അഫാഫ വൽ ഗിന, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായ ഘടകങ്ങളാണ്. സൗഭാഗ്യം വേണം, ഐശ്വര്യമുണ്ടാകണം. ഐശ്വര്യസമ്പൂർണമായ ഒരു ജീവിതം ആഗ്രഹിക്കാത്ത ഒരൊറ്റ മനുഷ്യനും ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകൂല. അതുകൊണ്ട് ചോദിക്കണം നമ്മൾ അള്ളാഹുവിനോട്. അപ്പം തഖ്വയെ ചോദിക്കണം, ഹിദായത്തിന് വേണ്ടി ചോദിക്കണം, സൗഭാഗ്യത്തിന് വേണ്ടി ചോദിക്കണം, ഐശ്വര്യ സമ്പൂർണമായ ഒരു ജീവിതം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നതോടൊപ്പം നമ്മളത് ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഐശ്വര്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഐശ്വര്യവും രണ്ടും രണ്ടാണ്. നമ്മൾ ഈ ഐശ്വര്യം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളിവിടെ കുറച്ച് അധികാരം കിട്ടണം, അല്ലെങ്കിൽ സമ്പത്ത് വേണം, വലിയ വീട് വേണം, അതുമല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വാഹനങ്ങൾ ഉണ്ടാകണം. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭൗതികമായ സാഹചര്യത്തിൽ നമ്മൾക്കുണ്ടാകേണ്ടതും നമ്മൾക്ക് വേണമെന്നാഗ്രഹിക്കാവുന്നതുമായ സംഗതികളാണ്. അത് ഒഴിവാക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ എന്താണ് ഹിന, എന്താണ് ഐശ്വര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ലൈസൽ ഹിന അൻ കസുറത്തിൽ മാൽ, സമ്പത്തിന്റെ ആധിക്യം ഒരിക്കലും ഐശ്വര്യത്തിന്റെ അടയാളമല്ല. വലാകിന്നൽ ഹിന ഹിനൻ നഫ്സ്, എന്നാൽ ഹിന എന്ന് പറയുന്നത്, ഐശ്വര്യം എന്ന് പറയുന്നത് മനസ്സിന്റെ സംതൃപ്തിയാണ്. അപ്പം സംതൃപ്തമായ ഒരു മനസ്സിന്റെ ഉടമയാവുക എങ്കിൽ അവൻ ഏറ്റവും വലിയ ഐശ്വര്യവാനാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കിട്ടണം എന്നാഗ്രഹിക്കുന്നവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. വകാന മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ തന്നെ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയിൽപ്പെട്ട മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സിവാലി നിഅമതിക, അല്ലാഹുവേ ഐശ്വര്യ നിഅമത്ത് അനുഗ്രഹം ഇത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് റബ്ബേ ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു. നമുക്കൊക്കെ അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും വ്യത്യസ്തമായ നിയമത്തുകളാണ്. ഏതെല്ലാം വിധത്തിലാണോ അതൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു അവൻ കനിഞ്ഞരുളുന്ന അള്ളാഹുവിൻ്റെ നിയമത്ത്, ആ നിയമത്തൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. ഈ കിട്ടിയിട്ടുള്ള നിയമത്ത് അതേതുമാകട്ടെ, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അത് എന്നെന്നും നിലനിൽക്കാൻ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പടച്ചോനെ എനിക്ക് കിട്ടിയിട്ടുള്ള നിഅമത്ത്, എൻ്റെ അനുഗ്രഹം അത് നിലനിൽക്കണേ റബ്ബേ, അത് നീങ്ങിപ്പോകരുതേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ പടച്ചോനെ ആഫിയത്ത് അഥവാ ആരോഗ്യം, ആരോഗ്യം എന്ന് പറയുന്നത് അത് നിലനിൽക്കേണ്ട ഒന്നാണല്ലോ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ളതും അത് തന്നെയല്ലേ, ആഫിയത്തോടു കൂടി ഈ ദുനിയാവിൽ ജീവിക്കാൻ റബ്ബേ എനിക്ക് അവസരം നൽകണേ എന്ന് പ്രാർത്ഥിക്കാത്തവരായി ആരാണുള്ളത്? ആരും ഇല്ല. പക്ഷേ മനസ്സിലാഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹുവേ എനിക്ക് ആഫിയത്ത് നൽകണം, ആഫിയത്താണ് റബ്ബേ ഞാൻ ആഗ്രഹിക്കുന്നത്, ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പടച്ചവനെ എന്നെ സഹായിക്കണേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പടച്ചോനെ
നിന്നിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ദുരന്തപൂർണമായ സാഹചര്യങ്ങളും അവസ്ഥകളുമൊക്കെ അത് പെട്ടെന്ന് പൊടുന്നനെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, സാമൂഹിക അന്തരീക്ഷത്തിലൊക്കെ നമ്മൾക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ അത് ഏതെല്ലാം വിധേനയാണ്, ഏതെല്ലാം രൂപത്തിലാണ് എന്ന് നമ്മൾക്കറിയില്ല. അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അള്ളാഹുവേ നിന്റെ സകലമാന കോപങ്ങളിൽ നിന്നും അള്ളാഹുവെ എന്നെ രക്ഷപ്പെടുത്തണേ. മനുഷ്യന് ചില സ്വഭാവങ്ങളുണ്ട്, കോപിക്കുന്ന സ്വഭാവങ്ങളുണ്ട്, കോപാകുലരാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകലുണ്ട്. അതൊക്കെ ചിലപ്പം വലിയ വലിയ പ്രശ്നങ്ങളും സങ്കീർണതകളും സൃഷ്ടിക്കുവാൻ അത്തരം ദുസ്വഭാവങ്ങൾക്ക് സാധ്യമാകും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, പടച്ചോനെ എന്നിലുള്ള ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവെ എന്നെ രക്ഷപ്പെടുത്തണേ, ദുസ്വഭാവങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ റബ്ബേ. അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട നിഅമത്ത്, ആ നിഅമത്ത് അള്ളാഹുവെ നിന്നിൽ നിന്നല്ലാതെ എനിക്ക് വേറെ ഒരാളും ഇത് നൽകാനില്ല റബ്ബേ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അള്ളാഹുവെ നീ നൽകിയതിനെ തടയാൻ ലോകത്തൊരു ശക്തിക്കോ വ്യക്തിക്കോ കഴിയില്ല റബ്ബേ. വലാ മുഅ്തിയ ലിമാ മനഅത, റബ്ബേ നീ നൽകിയതിനെ തടയാൻ ലോകത്തൊരു മനുഷ്യനും സാധ്യമല്ല. നൽകാൻ കഴിവുള്ളവൻ നീയാണ്, അത് ഇല്ലാതെയാക്കാനും നീ തന്നെയാണ് റബ്ബേ. അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് രക്ഷ, അല്ലാഹുവേ നീയാണ് ശാന്തി, വമിൻകസ്സലാം നിന്നിൽ നിന്നാണ് ശാന്തി. ഇത് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഓരോ വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇതൊക്കെ നമ്മൾക്ക് കിട്ടേണ്ടതാണ്. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ സംഗതികളാണ് ഇതൊക്കെ. അത് അള്ളാഹുവിൽ നിന്ന് നമ്മൾ ചോദിച്ചു വാങ്ങിയെടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. ആ പ്രാർത്ഥനയിലൂടെ അല്ലാതെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നിർഭയത്വം എന്ന് പറയുന്നത്. അമ്നി എന്ന് പറയുന്നത് അത് അള്ളാഹു നൽകേണ്ട ഒരു സംഗതിയാണ്. സുരക്ഷിതമായി ജീവിക്കാനും ആ ഒരു സുരക്ഷിതത്വ ബോധത്തിലൂടെ കഴിഞ്ഞുകൂടുവാനുമുള്ള അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന നാട്ടില് സുരക്ഷിതത്വം ഉണ്ടാകണം, ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ഈ സുരക്ഷിതത്വം അമ്നെ കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അമൽ സ്വാലിഹാത്തുകൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉലൈക ലഹുമുൽ അംന്, അവർക്ക് അമ്നുണ്ട് എന്ന്, അവർക്ക് നിർഭയത്വമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് വാക്ക് തരികയാണ്. ഈ അടിസ്ഥാനത്തിൽ അള്ളാഹു നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് അമ്നി എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കിയ ആഫിയത്ത് എന്ന് പറയുന്ന ആരോഗ്യം എന്ന് പറയുന്നത്, അതേപോലെ തന്നെ റിസ്ക് നൽകേണ്ടവൻ അള്ളാഹുവാണ്, അത് തരാതിരിക്കേണ്ടവനും അള്ളാഹുവാണ്. അപ്പൊ റിസ്ക്കിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പോരാ, റിസ്ക് കിട്ടിയാലോ നമ്മൾ അത് ഉപയോഗിക്കുന്നതോടൊപ്പം നമ്മൾ അള്ളാഹുവിനോട് ശുക്രി ചെയ്യണം. വെള്ളം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നല്ലേ ആണല്ലോ. വായുവും വെള്ളവും അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്തല്ലേ. നമ്മൾ എന്താണ് പകരമായി ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഈ ലോകത്തുള്ള കോടാനുകോടി മനുഷ്യർ എന്താണ് തിരിച്ചു കൊടുക്കുന്നത്? അള്ളാഹുവിന് നമ്മൾ എന്താണ് തിരിച്ചു കൊടുക്കുന്നത്? ഇവിടെ ഇതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായി നമ്മൾ ആലോചിക്കേണ്ടത്. എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണാനാണ് തീരുമാനിച്ചതെങ്കിൽ ലാ തുഹ്സുഹ, അതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ, അതിനെ കിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നൽ ഇൻസാന ലളൂമുൻ കഫൂർ, മനുഷ്യൻ അങ്ങനെയാണ്. എന്ത് കിട്ടിയാലും പോരാ എന്ന ചിന്തയിലേ, അതേപോലെ തന്നെ കിട്ടിയതിന് നന്ദി കാണിക്കാതെ നന്ദി കെട്ടവനായി ജീവിക്കുന്ന
ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതും ഖുർആൻ പച്ചയായി നമ്മൾക്ക് പറഞ്ഞു തരുന്നു. ഇന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യൻ, ലലൂമുൻ കഫൂർ, അവൻ അക്രമിയായിക്കൊണ്ടും അതേപോലെ തന്നെ നന്ദി കെട്ടവനായിക്കൊണ്ടും അവൻ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പോ നന്ദികേട് കാണിക്കുമ്പോ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകും എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്തിരിയൊക്കെ നമ്മളിങ്ങനെ അഹങ്കരിക്കും, കുറച്ചൊക്കെ നമ്മളിങ്ങനെ കിട്ടിയത് കൊണ്ട് നമ്മൾ അഹങ്കരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ ഒരു പിടുത്തം വരാനുണ്ട്. അള്ളാഹുവിന്റെ ഇസ്തിദ്റാജായി അള്ളാഹു തആല ഘട്ടം ഘട്ടമായി പടിപടിയായി അള്ളാഹു ചില സംഗതികൾക്ക് തീരുമാനമെടുക്കുമെന്ന് വളരെ കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ടത്, അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നന്ദികേട് കാണിച്ചുകൊണ്ട് നന്ദി കെട്ടവനായി ജീവിച്ചാൽ തീർച്ചയായും നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ കഠിനകഠോരമായ ശിക്ഷയ്ക്ക് നമ്മൾ പാത്രീഭൂതരാകും എന്നുകൂടി നമ്മൾ അറിയണം. റബ്ബുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ഇതാ പ്രഖ്യാപനം നടത്തുന്നു. ലഇൻ ശകർത്തും, നിങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കാൻ തയ്യാറുണ്ടോ? ലഅസീദന്നകും, നിങ്ങൾക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹു അതിന് വർധനവ് നൽകിക്കൊണ്ടേയിരിക്കും. എന്നാൽ വലഇൻ കഫർത്തും, നിങ്ങൾ നന്ദി കെട്ടവരായിട്ടാണോ ജീവിക്കുന്നത്? ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതിശക്തമായതാണ്, അത് കഠോരമായിരിക്കും. ഈ ഒരു മുന്നറിയിപ്പും താക്കീതും ഞാനും നിങ്ങളും അടങ്ങുന്ന വിശ്വാസി സമൂഹം വളരെ കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ച് നമ്മൾ ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. വഖാല ഹസനുൽ ബസരി റഹിമഹുല്ലാ, ഇന്നല്ലാഹ തആല, തീർച്ചയായും ഹസനുൽ ബസരി റഹിമഹുല്ലാ പറയാ, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലയതമത്തഉ ബിന്നിഅമ, അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് അവൻ നിങ്ങളെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ സുഖമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ബിമാ ശാഅ, ഇച്ഛിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നു എന്ന് വന്നേക്കാം. എന്നാൽ ഫൈദാലം യസ്കുർ, നന്ദി കാണിക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല എങ്കിൽ, കലബഹ അലൈഹ അദാബൻ, കലബഹ, ആ നന്മകളെ മുഴുവനും ആ അനുഗ്രഹത്തെ മുഴുവനും അള്ളാഹു മാറ്റിമറിക്കുകയും പകരം ശിക്ഷ നിങ്ങൾക്ക് വിധിക്കപ്പെടുകയും ചെയ്യും. പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് കൂടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചതോടനുബന്ധിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളോടുകൂടി ചരിത്ര ഗ്രന്ഥങ്ങളിലും അതുപോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെയും ഇത് രേഖപ്പെടുത്തി വെച്ചതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. സൂചിപ്പിച്ചതുപോലെ ഹിദായത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയ മഹാനുഗ്രഹമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആ ഹിദായത്ത് നിലനിൽക്കണ്ടേ? അത് എപ്പോഴും നിലനിൽക്കേണ്ടതാണല്ലോ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന, ഞങ്ങളുടെ നാഥാ, ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, റബ്ബേ, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം, ഹിദായത്ത് കിട്ടിയതിന് ശേഷം പടച്ചോനെ നീ അതിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കല്ല റബ്ബേ. അതാണ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, റബ്ബേ, നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ റബ്ബേ. ഇന്നക അൻതൽ വഹാബ്, നീയാണല്ലോ ഇതെല്ലാം ദാനമായി നൽകുന്നവൻ. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമാണ് ഈ പ്രാർത്ഥന. പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഇത്തരം പ്രാർത്ഥനകൾ തീർന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശദീകരിക്കുന്നിടത്ത് അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യക്സുറു ഹാദ ദുആ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ്, അതേപോലെ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പടച്ചോനെ, ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന നാഥ, ഞങ്ങളുടെ ഹൃദയത്തെ പടച്ചവനെ നിന്റെ ഇഷ്ട ദീനിനനുസരിച്ച്, നിന്റെ ഇംഗിതത്തിനനുസരിച്ച് നീ
ചലിപ്പിക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി പ്രവാചകൻ നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോ യാ റസൂലല്ലാഹ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ് പ്രവാചകനോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നക തക്സുറു, അങ്ങ് ഇങ്ങനെ എന്തിനാണ് ഇത്തരം ധാരാളമായി തദഉ ബിഹാദ ദുആ, ഈ ദുആ എന്തിനാണ് റബ്ബിനോട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചപ്പോൾ ഒന്നുകൂടി ചോദിച്ചു, ഫഹൽ തഖാഫ്, അങ്ങക്ക് പേടിയുണ്ടോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, ഖാല നഅം, യെസ്, അതെ, എനിക്ക് പേടിയാണ് യാ ആയിഷ. കാരണം ഖുലൂബുൽ ഇബാദ്, അല്ലാഹുവിന്റെ അടിമകളുടെ ഹൃദയങ്ങൾ ബൈനസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ, അല്ലാഹുവിന്റെ വിരലുകൾക്കിടയിലാണത്രേ ഹൃദയങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് ഹൃദയങ്ങളെ ഏത് സമയത്തും മാറ്റിമറിക്കാൻ അല്ലാഹുവിനെ സാധിക്കൂ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് ആയിഷ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് മറുപടി പറയാം. എൻ്റെ ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഐശ്വര്യം കിട്ടാൻ, കിട്ടിയ ഐശ്വര്യം നീങ്ങിപ്പോകാതിരിക്കാൻ, ഹിദായത്ത് നിലനിൽക്കാൻ, കിട്ടിയ ഹിദായത്ത് കിട്ടുക എന്നത് തന്നെ അത് ഏറ്റവും വലിയൊരു ദാനമാണല്ലോ. അത് കിട്ടിയ ഹിദായത്ത് പിടിച്ചു നിൽക്കാൻ, പിശാചിന്റെ വശംവദനായി പൈശാചിക പ്രേരണകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന സാധ്യതകൾ അതില്ലാതെയാകാൻ നിരന്തരമായി നമ്മൾ അള്ളാഹുവുമായി നമ്മൾ ബന്ധം സ്ഥാപിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥനകൾ നമ്മൾ മുഴുകണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മുനീബായി, അവനിലേക്ക് അങ്ങേയറ്റം വിനയാന്വിതനായി മടങ്ങാൻ നമ്മൾക്ക് സാധിച്ചാൽ ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഡിസംബർ മാസം നമ്മുടെ നാട്ടിൽ നമ്മെപ്പോലെയുള്ള മറ്റൊരു സമുദായം ക്രിസ്തുമസുമായി ക്രിസ്മസ് ആചരിച്ചു വരുന്നുണ്ട്. ഡിസംബർ 25-ന്. ഈ ഡേറ്റിൻ്റെ പശ്ചാത്തലം ഒന്നും കൃത്യമല്ല. ജനനവുമായി ബന്ധപ്പെട്ട ഒരു തീയതിയല്ല. ജനനത്തിന് ശേഷം എത്രയോ കാലം കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടാക്കിയെടുത്ത ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പരിപാടി അനുസരിച്ചാണ് ഈ ഡിസംബർ 25 നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈസാ നബിയുടെ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതാണ്. ജൂതന്മാർ ഈസാ നബിയെ സംബന്ധിച്ച് ജാരസന്തതി എന്നാണ് അവർ വിശ്വസിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ ക്രിസ്ത്യാനികൾ ഈസ അല്ലെങ്കിൽ യേശു അല്ലെങ്കിൽ മസീഹ എന്നൊക്കെ പറയുന്ന ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രൻ, ത്രീ ഏകത്വം അല്ലെ തസ്ലീസ് എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തത്തിലാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന നിലയിൽ ആണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടിമ എന്ന നിലയിൽ നമുക്ക് പരിചയപ്പെടുന്നു. ഇനി അബ്ദുള്ള എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പ്രഖ്യാപിക്കുന്നു. പിന്നെ വളരെ മുഅ്ജിസത്തായ അമാനുഷികമായ ഒരുപാട് സംഭവങ്ങളും, ജനനം ആ നിലക്കുള്ള ഒരു ജനനമായിരുന്നു. മറിയം ബീവിയുടെ ചരിത്രം, ഈസാ നബിക്ക് ജന്മം നൽകുന്നത്, ഇതൊക്കെയാണ് ഈ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടത്.
മറ്റു വിഷയങ്ങളല്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും ഒരു ആചാരം കേൾക്കുമ്പോൾ അതിൻ്റെ വിഷയം എന്താണ് എന്നൊന്നും മനസ്സിലാക്കൂല, നമ്മളങ്ങ് ഇടപെടുക. പലപ്പോഴും അങ്ങനെ ഉണ്ടാകില്ല. ഏത് അനാചാരങ്ങളിലും നമ്മൾ ഇടപെടുകയാണ്. മറ്റുള്ള സമുദായത്തിൻ്റെ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുക. ഇതിൻ്റെ വസ്തുതയെക്കുറിച്ചോ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഏത് ആളുകൾക്കാ മറിയം ബീവി ഗർഭം ധരിക്കുന്നതും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ജന്മം നൽകുന്ന ആ ചരിത്ര പശ്ചാത്തലം അറിയുന്നവരാരുണ്ട്? ഒരുപാട് ആളുകളും അതറിയാത്തവരാ. പക്ഷെ അതേക്കുറിച്ചൊന്നും നമ്മൾ എന്തല്ല പഠിക്കാനോ ചിന്തിക്കാനോ തയ്യാറാകുന്നില്ല. നേരെ മറിച്ച് ഡിസംബർ വരുമ്പം നമുക്കറിയാം, ഡിസംബർ 25 ഇതാണ് ക്രിസ്മസ് ആണ്. എന്നിട്ട് അതിന് എന്ത് പ്രോഗ്രാം ഉണ്ടാക്കാൻ പറ്റും എന്ന് നമ്മൾ മറ്റൊരു സമുദായത്തെ നമ്മൾ ഇത്രേ മനസ്സിലാക്കേണ്ടതുള്ളൂ. മറ്റൊരു സമുദായത്തിനെ നമ്മളുമായി സദൃശ്യപ്പെടുത്തുന്ന സാഹചര്യം, മൻ തശബ്ബഹ ബിഖൗമി, വേറെ ഒരു സമുദായത്തിൻ്റെ നമ്മളുമായി കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ അവനും അതും തമ്മിൽ ഒന്നാണ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നമ്മൾ അതിൻ്റെ ആളായി മാറും. അപ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. പിന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ കൃത്യമായി, ഇപ്പോൾ നമുക്കറിയാം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനം നടക്കുന്ന ആ സാഹചര്യം നമുക്കറിയാം. ആ സമയത്ത് മറിയം ബീബി ഒരുപാട് മാനസികമായ പ്രയാസം ഉണ്ടായി. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മുഅ്ജിസത്തായിട്ട് നമ്മൾ കണ്ടാൽ മതിയല്ലോ. അങ്ങനെ ഗർഭം ധരിച്ചു, അവസാനം പ്രസവിച്ചു. ആളുകൾ എല്ലാവരും വ്യഭിചാരിണിയാണെന്ന് പറയാൻ തുടങ്ങി. ആ സമയത്ത് എന്തു പറഞ്ഞു? മറിയം ബീവിയോട് നേരത്തെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന, നീ ഒന്നും സംസാരിക്കരുത്, നീ പറഞ്ഞേക്ക് ഞാൻ വ്രതമനുഷ്ഠിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, ഇനി ഞാൻ സൗമനുഷ്ഠിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന്. ആ നോമ്പാണ്. ആ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക ചെയ്ത് ആ കുട്ടിയുടെ അടുത്തേക്ക്. അപ്പോൾ അവർ കളിയാക്കി, ഈ കുട്ടിലിൽ കിടക്കുന്ന കുട്ടി അങ്ങനെ പറയോ, അതിന് മറുപടി പറയോ എന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ മുഅ്ജിസത്താണ്. ആ സമയത്താണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ സംസാരമുണ്ടാകുന്നത്. ഇന്നി അബ്ദുല്ലാ വ ആതാനിയൽ കിതാബ വ ജഅലനി നബിയ്യ. എത്ര കൃത്യമാണ്! അതാണ് അള്ളാഹുവിൻ്റെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ. ആ മുഅ്ജിസത്തിൽ നമ്മൾ വിശ്വസിക്കണം. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ചുള്ള ഈ ഒരു സംസാരം അവിടെ നടക്കുക. പിന്നെ ഒരിക്കലും അള്ളാഹ്ക്ക് കുട്ടികളുണ്ട് എന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹ്ക്ക് സന്താനുണ്ട് എന്ന് പറയാ. ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ്. അല്ലാഹു സമദ്, അവന് വേറൊരാളുടെയും ആശ്രയമില്ല. അതാണല്ലോ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ലം യലിദ് വലം യൂലദ്, അള്ളാഹു ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, തുല്യരായ ആരും. ഇത് അടിസ്ഥാന വിശ്വാസം. ഈ അടിസ്ഥാന പോയിന്റിൽ നിന്നുകൊണ്ടല്ലാതെ നമ്മൾ എങ്ങനെയാണ് മറ്റു മതസ്ഥരുടെ ഇത്തരം ആരാധനകളിലോ ഇടപാടുകളിലോ നമ്മൾ എങ്ങനെ ബന്ധപ്പെടുക? നമ്മൾ അറിയണം. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാന, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന വാദം പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുക. അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ സാധാരണ ചർച്ച ചെയ്യപ്പെടുക ഈസാ നബി ഇപ്പം നിലവിലുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ, മരിച്ചിട്ടുണ്ടോ, എന്താണ്? നമ്മളെ ഈമാനുമായി ബന്ധപ്പെട്ട ഒരു കേസേ അല്ലത്. പക്ഷേ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നി മുത്തവഫീക വറാഫിയുക ഇലയ്യ, ഞാൻ പരിപൂർണമായി ഏറ്റെടുത്ത് എന്നിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അള്ളാഹ്ക്ക് 2 കോലത്തിലും ഏറ്റെടുക്കുക, മരിപ്പിച്ചും കൊണ്ടുപോകാം, അല്ലാണ്ടെയും കൊണ്ടുപോകാം. നമ്മൾ അങ്ങനെ വിശ്വസിച്ചാൽ മതി. ഈസാ നബിയുടെ വരവുണ്ടോ? ഉണ്ട്. അത് വിശ്വാസത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. തിരിച്ചു വരും. അത് വളരെ കൃത്യമായി ഹദീസുകളിലൊക്കെ വിശദീകരിച്ചതാണ്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് വിശ്വസിച്ച് നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ വിശ്വാസത്തെ ക്രമപ്പെടുത്തുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു ആഘോഷം കിട്ടും അങ്ങോട്ട് ചാടുക, അങ്ങോട്ട് ലയിച്ച് ചേരുക. പിന്നെ ഒന്നുമില്ല. മറ്റവരുണ്ടാക്കിയതിനേക്കാണ് കൂടുതൽ ആഘോഷപരമായി നമ്മൾ സ്ഥാപിക്കാൻ പുൽക്കുടികൾ ഉണ്ടാക്കാനും അതുപോലെയുള്ള സ്റ്റാറുകൾ തൂക്കാനും അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു വ്യഗ്രത,
അത് തീർത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു തമാശയല്ല, മറ്റൊരു സമുദായത്തിൻ്റെ ആചാരം നമ്മൾ കടമെടുക്കലാണ്. ആ നിലയ്ക്ക് ചെയ്യൽ നമ്മുടെ ഈമാനിനെ ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നല്ല മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സ്വാഭാവികമായി മനുഷ്യന് വന്നു ചേരുന്ന ചില സംഗതികൾ, അള്ളാഹു അതെല്ലാം അവൻ്റെ മഹത്തായ ഫضل കൊണ്ട് അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നന്മകൾ ചെയ്യാൻ, നന്മകളുടെ കൂടെ നിൽക്കാൻ, നന്മകൾക്ക് നേതൃത്വം കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിദായത്ത് എന്നും അത് നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അള്ളാഹുവെ, ഹിദായത്തിൽ നിലനിർത്തി അള്ളാഹുവെ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവരുണ്ട്. വീടുകളിലും ആശുപത്രികളിലും വേദനകൾ കടിച്ചമർത്തി വല്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരി സഹോദരന്മാർ, അള്ളാഹുവെ അവരുടെ രോഗങ്ങൾക്ക് ആശ്വാസം നൽകി, സമാധാനം നൽകി, ശമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുപോലെ അള്ളാഹുവെ ഒരുപാട് ആളുകൾ ഞങ്ങളോട് വിട പറഞ്ഞു. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, ഓരോ ആഴ്ചയും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും നമ്മൾ ഇന്ന് ഇവിടെ പറയുക. നമ്മുടെ ഇപ്പം കമ്മിറ്റി അംഗമായ താജുദ്ദീൻ സാഹിബിൻ്റെ ഭാര്യയുടെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ നമ്മോട് വിട പറഞ്ഞു പോവുകയാണ്. അള്ളാഹുവെ ആ മഹദിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നാളെ ഞങ്ങളെയും അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.